സ്കൂളിൽ പോവാ? നമസ്കാരം സുഹൃത്തുക്കളെ, അലൈൻ ജസ്ലലിയാണ്. ഞാനിപ്പോൾ എൻ്റെ മോനെ നഴ്സറിയിൽ വിടുന്നുണ്ട്. അലൈനിൽ അൽത്തോബയിൽ ഗോൾഡൻ ബെല്ല് നഴ്സറിയിലാണ് വിടുന്നത്. അപ്പോൾ എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ എൻകറേജ് ചെയ്യാറുള്ള ഒരു കാര്യമാണ് നല്ല നഴ്സറി അലൈനിൽ എവിടെയാണ് ഉള്ളതെന്നുള്ളത്. അപ്പോൾ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. ഇത് ഞാൻ മോനായിട്ട് സ്കൂളിൽ വന്നതാണ്. വന്ന വഴി തന്നെ അവനങ്ങനെ ഓടിപ്പോയി. ഇതൊക്കെ ഉണ്ടാവും. വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊതുവെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ദേഷ്യമുള്ളൊരു കാര്യമാണ്. പക്ഷെ എൻ്റെ മോൻ ഈ ഡോർ തുറക്കുമ്പോഴേക്കും ഒന്ന് പറഞ്ഞ അടുത്തേക്ക് പോകും. ആ മാൻ അറിയൂ കളിക്കാനായിട്ട് സാധനങ്ങളും പിന്നെ ഫ്രണ്ട്സും ഉണ്ടെങ്കിൽ പിള്ളേർ ഇവിടെ വന്നു കഴിഞ്ഞാൽ സെറ്റാണ്. അപ്പോൾ ഇവിടെ ഒരുപാട് കുട്ടികൾ ഉണ്ട്. ഇവിടെ നല്ല ഒരുപാട് സ്റ്റുഡൻസുകളുണ്ട്. പിന്നെ ഒരുപാട് ടീച്ചേഴ്സ് ഉണ്ട്. കുട്ടികൾക്ക് ഒരുപാട് ആക്ടിവിറ്റീസുകളുണ്ട്. അപ്പോൾ എനിക്ക് എന്താ പറയുക, ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇവിടുത്തെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നുള്ളത്. അപ്പോൾ ഇവിടെ മാഡം ഉള്ളിലുണ്ട്. ഞാനൊന്ന് മാഡത്തിനോട് നേരിട്ട് ചോദിക്കാം എന്തൊക്കെയാണ് അത് കൊടുക്കുന്ന ഇവിടുത്തെ ടീച്ചേഴ്സ്, ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്നൊക്കെ. അപ്പോൾ നിങ്ങളെ മക്കളെ ഇവിടെ ചേർത്താനായിട്ട് അത് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പറയൂ. അസ്സലാമു എന്താ വിശേഷങ്ങള്? സുഖല്ലേ? സുഖമായിട്ടിരിക്കണേ. മോന്റെ ഇപ്പൊ ക്ലാസ് കഴിഞ്ഞ അതിന്റെ വിഷമത്തിലാണ് ഞാൻ. ഇപ്പൊ ഇന്ത്യൻ സ്കൂളിൽ ചേർത്താണല്ലോ. അത് ചേർത്തി 7th സ്കൂൾ തുറക്കും. അപ്പൊ ഞാൻ നേരിട്ട് വന്ന് എന്റെ ഹാപ്പിനെസ് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്റെ മോന്റെ അറിയാലോ സ്പീച്ചിങ് ഉണ്ടായിരുന്നു. പിന്നെ ആള് ഒറ്റയ്ക്കല്ലായിരുന്നു വീട്ടില്. അപ്പൊ ഇവിടെ വന്ന് കുട്ടികളൊക്കെ ആയിട്ട് ഞാനൊന്ന് മൈക്ക് തന്ന ഒന്ന് വെക്കോ. നമ്മളിപ്പോ ഒരുപാട് ഫ്രണ്ട്സുകള് നല്ലൊരു നഴ്സറി സജസ്റ്റ് ചെയ്യാൻ പറയാറുണ്ടേ. അപ്പോ ഞാൻ അൽഹംദുലില്ലാ ഒരുപാട് സാറ്റിസ്ഫൈഡ് ആണ് നമ്മളെ സ്ഥാപനത്തിൽ. അപ്പൊ അതൊന്ന് സുഹൃത്തുക്കളോടും കൂടെ ഷെയർ ചെയ്യാൻ വേണ്ടി നമ്മളെ ഫെസിലിറ്റീസും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു തരും. ഇവിടുത്തെ ഒരു കാര്യങ്ങളും ഒക്കെ നമ്മുടെ സുഹൃത്തുക്കൾക്ക് അതൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിട്ട്. ഇത് ഞങ്ങൾ ആക്ച്വലി തുടങ്ങിയിട്ട് ഇപ്പം ഓൾമോസ്റ്റ് 10 ഇയേഴ്സിന്റെ മേലായി. ഞങ്ങൾ കരിക്കുലം EYFS ബ്രിട്ടീഷ് ബേസ്ഡ് കരിക്കുലം ഏർലി ഇയേഴ്സ് ഫൗണ്ടേഷൻ സ്റ്റേജ് കരിക്കുലമാണ് ഫോളോ ചെയ്യുന്നത്. ഇറ്റ് ഈസ് മെയിൻലി ഇത് നമ്മൾ ഫോക്കസ് ചെയ്യുന്ന കുട്ടികളുടെ ഏർലി ഇയേഴ്സ് ഡെവലപ്മെന്റ് ആണ്. നമ്മുടെ അക്കാഡമിക്സിനെയും കാട്ടി ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് കുട്ടികളുടെ ബേസിക് ഡെവലപ്മെന്റ്സ് ആണ്. നമ്മുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, കുട്ടികളുടെ സ്പീച്ച് ഡെവലപ്മെന്റ്, അവരുടെ പിന്നെ ഫൈൻ ഗ്രോസ് മോട്ടോർ ഡെവലപ്മെന്റ്സ്, ഫൈൻ മോട്ടോർ, ഇതെല്ലാം മസിൽ ഡെവലപ്മെന്റ്സ് ആണ്. അതേപോലെ അവരുടെ മറ്റേ പാറ്റേൺസിന്റെ ഡെവലപ്മെന്റ്, അവരുടെ വിഷ്വൽ ഐഡന്റിഫിക്കേഷൻസ്, അവർ ആ രീതിയിലാണ് നമ്മൾ അവർ പഠിപ്പിച്ചത്. എല്ലാ ഏരിയാസ് ഓഫ് ഡെവലപ്മെന്റ്. ഇവിടെ ഓരോ ദിവസവും എന്റെ മോനെ ഇവിടെ എന്തൊക്കെ ആക്ടിവിറ്റീസുകൾ ചെയ്യുന്നുണ്ടോ അതിനൊക്കെ വീഡിയോസ് എനിക്ക് കിട്ടാറുണ്ട്. അത് നിങ്ങളെ ടീച്ചേഴ്സിനോ അറിഞ്ഞൂടാ സെൻഡ് ചെയ്ത് തരാറുണ്ട്. അപ്പോ ഓരോ ദിവസം എന്റെ മോൻ ഇവിടെ വന്നിട്ട് അറ്റൻഡ് ചെയ്തിട്ടുള്ള ആക്ടിവിറ്റീസ് കാണുമ്പോൾ എനിക്ക് ശരിക്കും മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ഇൻഡിവിജ്വൽ ആയിട്ട് നല്ല കെയർ കുട്ടികൾക്ക് കൊടുക്കുന്നുണ്ട്. IEP എന്ന് പറയുന്ന ഒരു പ്രാക്ടീസ് ഉണ്ട്, ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രാക്ടീസ്. അതിൽ നമ്മൾ ഓരോ കുട്ടികളും ഇതിലാണ് അവർക്ക് പ്രത്യേകം എഡ്യൂക്കേഷൻ വേണ്ടതെന്ന് നമുക്ക് ഫീൽ ചെയ്യുന്നത്. അതിൽ നമ്മൾ അവർക്ക് ഇൻഡിവിജ്വലി റിസർച്ച് ചെയ്തിട്ട് അതിൽ ഇൻഡിവിജ്വൽ ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ കൊടുത്തിട്ട് അവരെ നമ്മൾ ഡെവലപ്പ് ചെയ്യും. എനിക്ക് കിട്ടുന്ന വീഡിയോസിൽ ഞാൻ കാണാറുള്ളത് ഒരു 4-5 കുട്ടികൾക്ക് ഒരു ടീച്ചർ, അങ്ങനെ ഞാൻ കണ്ടിരുന്നത്. അപ്പൊ ഒരു എക്സ്ട്രാ കെയർ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് തോന്നി. പൊതുവെ സ്കൂളുകളിലൊക്കെ ഒരു 30 കുട്ടികൾക്കൊക്കെ ചിലപ്പോൾ നമ്മുടെ ഏജ് ലിമിറ്റ് ഒക്കെ എങ്ങനെയാണ്? അവിടെ നമ്മൾ കുട്ടീനെ എടുക്കുന്നതിന്റെ മിനിമം ഏജ് എത്രയാണ്? 2.5 years 2.5 മുതൽ സ്റ്റാർട്ട് ചെയ്യും. അത് FS1 പ്രോഗ്രാം ആണ്, ഫൗണ്ടേഷൻ സ്റ്റേജ് 1. അതല്ലേ? ഇൻഫൻസിനൊക്കെ ഇപ്പൊ ഇല്ല. ഇപ്പൊ നമ്മൾ എഡ്യൂക്കേഷൻ ബേസ്ഡ് ആയിട്ടാണ് FS1 ഫൗണ്ടേഷൻ സ്റ്റേജ്. രജിസ്ട്രേഷൻ റിലേറ്റഡ് ആയിട്ട് അങ്ങനെ നമ്മൾ അഡക് അപ്രൂവ്ഡ് നഴ്സറിയാണ്. അഡക് അപ്രൂവ്ഡ് നഴ്സറിയാണ്, മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ അപ്രൂവ്ഡ് ആണ്. എല്ലാ ടീച്ചേഴ്സും ഏർലി ചൈൽഡ്ഹുഡ് കോഴ്സ് കഴിഞ്ഞ ടീച്ചേഴ്സ് ആണ്. എല്ലാവരും അപ്പോയിന്റ് ചെയ്തിരിക്കുന്നത് അടക്ക് തന്നെയാണ്. അടക്കിന്റെ അപ്പോയിന്റ്മെന്റ് ലെറ്റേഴ്സ് ആണ് എല്ലാവർക്കും ഉള്ളത്. എല്ലാവരും ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ ടീച്ചേഴ്സ് ഡിഗ്രി കഴിഞ്ഞിട്ട് ഏർലി ചൈൽഡ്ഹുഡ് എഡ്യൂക്കേഷൻ എനിക്ക് തോന്നി. കാരണം കുട്ടികൾക്ക് അവർ ടീച്ച് ചെയ്യുന്ന വീഡിയോസ് കാണുമ്പോൾ തന്നെ ടീച്ചേഴ്സിന്റെ എക്സ്പീരിയൻസ് എങ്കിൽ മാത്രമേ നമുക്ക് അടക്കുന്ന അവർ അപ്രൂവൽ കിട്ടുള്ളൂ. അടക്കുന്ന അവർ അപ്രൂവൽ കിട്ടി കഴിഞ്ഞിട്ട് നമുക്ക് അടക്കാണ് അപ്പോയിന്റ്മെന്റ് ലെറ്റർ അയച്ചു തരുന്നത്. ആ അപ്പോയിന്റ്മെന്റ് ലെറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് അവരുടെ മറ്റുള്ള പ്രൊസീജിയേഴ്സ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ക്ലാസ്സുകളും നമ്മളെ ടീച്ചറാണ്. ഞാനിവിടെ കൊണ്ടുവന്ന് കുട്ടീനെ വിടുമ്പോ വന്ന് കൊത്തിക്കൊണ്ട് പോകുന്ന ടീച്ചറാണ്. അതായത് ഇവരെ കയറിങ് അങ്ങനെയാണ്. നമ്മളെ ജസ്റ്റ് ഡോറിന്റെ അവിടെ വന്ന് വരുമ്പോഴേക്കും അവര് കുട്ടികളെ കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ളത് എനിക്കറിയുന്നത്. ഇവിടെ വന്ന് പരിചയപ്പെട്ടത് കേട്ടാ. ടീച്ചർ എന്താ പിന്നെ നാട്ടിലെവിടെയാ? കണ്ണൂർ അല്ലേ? ഓക്കെ. ഞാൻ അവിടെ വന്നിട്ട് കണ്ടിട്ടുള്ള പരിചയമുള്ളൂ. അപ്പൊ അല്ലേ? എന്റെ മോന്റെ ഇമ്പ്രൂവ്മെന്റ്സ് ഞാൻ പറയാൻ വേണ്ടിട്ട് ഇങ്ങോട്ട് വന്നത്. ക്ലാസ് ടീച്ചർ ആയിരുന്നു എനിക്ക് അറിയില്ലായിരുന്നു. ഇപ്പൊ ടീച്ചറിന് മനസ്സിലായി. താങ്ക് യു. അവന്റെ ഒരുപാട് ഡെവലപ്പായി. ഇപ്പൊ ഇനിയിപ്പോ മറ്റേ സ്കൂളിൽ ചെല്ലുമ്പോ കഴിഞ്ഞ തവണ പോയപ്പോ അവന്റെ അടുത്ത് വാട്ട് ഈസ് യുവർ നെയിം എന്ന് ചോദിച്ചിട്ട് ഞാൻ മിണ്ടാടി നിന്നിരുന്ന ആളാ. പക്ഷെ ഇപ്പൊ അവൻ പേര് പറയുന്നുണ്ട്, അവന്റെ ഉമ്മച്ചിയുടെ പേര് പറയുന്നുണ്ട്. ഓരോ കാര്യങ്ങൾക്കും ആൾക്കാർ ആൻസർ ഉണ്ട്. അപ്പൊ അതിലൊക്കെ ടീച്ചറിന്റെ ഒക്കെ ഒരു എഫേർട്ട് പുറകിലുണ്ട് എന്നുള്ളത് അറിയാം. താങ്ക്സ് അലോട്ട്. ഓക്കെ. അപ്പോ ഇനിയും നമ്മളെ പരിചയത്തിലുള്ള കുട്ടികളൊക്കെ ഞങ്ങൾ സജസ്റ്റ് ചെയ്യുന്നുണ്ട്.
ടീച്ചറുടെ പേര് റഹ്മ. ആ ഓക്കെ ശരി ട്ടാ, താങ്ക്സ്. നമ്മുടെ ഈ ഒരു പ്ലേയിങ് സ്കൂളിൽ ഒരു നഴ്സ് ഉണ്ട് കേട്ടാ. ആ നഴ്സിൽ നിൽക്കുന്നത് ഇതൊന്ന് പിടിച്ചിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചോദിക്കാനായിട്ട്. നമ്മുടെ ഈ ഏജ് കുട്ടികൾക്കൊക്കെ പൊതുവെ ഇങ്ങനെ ഓരോ പയ്യകളും കാര്യങ്ങളൊക്കെ വരാറൊക്കെ ഉണ്ടല്ലോ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾക്കൊക്കെ നമുക്ക് അങ്ങനെ സീറ്റിങ്ങും കാര്യങ്ങളൊക്കെ അത് പൊതുവെ പാരന്റ്സിന്റെ ഒരു ടെൻഷനാണ്. കുഞ്ഞിന് വയ്യ, അപ്പൊ എന്ത് ചെയ്യും അവിടെ വിട്ട്, അങ്ങനെയൊക്കെ ഉള്ളത്. അതൊക്കെ ഒരു നഴ്സ് ഇവിടെ ഉണ്ടെങ്കിൽ പിന്നെ കൂടുതൽ ടെൻഷന്റെ ഒന്നും ആവശ്യമില്ല. ഞാൻ സത്യം പറഞ്ഞ ഇവിടെ എന്റെ മോൻ വരുമ്പോ പിക്ക് ചെയ്യാറുള്ളത് മാഡമാണ്. അപ്പൊ ഞാൻ ടീച്ചറെന്ന് വിചാരിച്ചിരുന്നത്. അപ്പൊ ഇതിൽ എങ്ങനെയാണ് നമുക്ക് പാരന്റ്സിന് കൊടുക്കാനുള്ള ഒരു കുട്ടികൾക്കൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാല്? നമ്മളിപ്പോ ഓൾറെഡി അഡ്മിഷൻ വരുന്ന സമയത്ത് തന്നെ നമ്മൾ അവരുടെ ഹിസ്റ്ററി എല്ലാം കളക്ട് ചെയ്യും. എന്തെങ്കിലും അവർക്ക് പാസ്റ്റ് മെഡിക്കൽ ഹിസ്റ്ററി ഉണ്ടോ, എന്തെങ്കിലും ഫുഡിനോ മെഡിസിൻ അലർജി ഉണ്ടോ, ഇമ്മ്യൂണൈസേഷൻസ് എല്ലാം അങ്ങനെ ഡീറ്റെയിൽസ് എടുക്കും. പിന്നെ എന്തെങ്കിലും അവർ ചിലപ്പം കേസുകൾ പറയുവാണെങ്കിൽ നമ്മൾ നോട്ടിഫൈ ചെയ്യും. പിന്നെ അവരുടെ എല്ലാ മെഡിക്കൽ റെക്കോർഡ്സ് നമ്മൾ കീപ്പ് ചെയ്യുന്നുണ്ട്. എന്തെങ്കിലും അതായിട്ട് റിലേറ്റഡ് ഉണ്ടെങ്കിൽ അത് വളരെ കയറി കൊടുക്കും. പിന്നെ നമ്മൾ ക്ലാസ്സിൽ രാവിലെ വരുമ്പോഴാണെങ്കിലും കുട്ടികളുടെ അറ്റൻഡൻസ് കാര്യങ്ങളൊക്കെ എടുക്കുമ്പോൾ നമ്മൾ ഇടയ്ക്ക് ക്ലാസ്സിൽ പോയി ചെക്കപ്പ് ചെയ്യും. പിന്നെ ടീച്ചേഴ്സ് ആണെങ്കിൽ എന്തെങ്കിലും ഒബ്സർവേഷൻ എന്തെങ്കിലും വീക്ക്നസ് ഉണ്ടെന്ന് പറയുവാണെങ്കിൽ നമ്മൾ ക്ലിനിക്കിൽ കൊണ്ടുവന്ന് അവരെ റെസ്റ്റ് എടുത്ത് അതിന് വേണ്ട കാര്യങ്ങൾ തന്നെ ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നു. പിന്നെ പേരന്റ്സിനെ ഇൻഫോം ചെയ്യുന്നു. കുട്ടികളാണെങ്കിൽ നമ്മൾ ഉടനെ ഹോസ്പിറ്റലിലേക്ക്. എനിക്ക് ഒരു കാര്യം പറയാനുണ്ട്, ഞാൻ വിട്ടുപോയി. ഞാൻ എന്റെ മോനോട് പഠിച്ചിരുന്നു, ഇപ്പൊ കഴിഞ്ഞു. അപ്പൊ അവന്റെ ഫുഡ് കൊടുത്തു വിട്ടപ്പോ ഇവിടുന്ന് ടീച്ചർ വിളിച്ചിട്ടുണ്ടായിരുന്നു. അതിലെന്തോ ഒരു സാധനം എക്സ്പയർ ആയിട്ടുണ്ട്. അപ്പൊ അത്രയ്ക്ക്, അതായത് ആ കുഞ്ഞിന് കൊടുക്കുന്ന ഫുഡ് അവര് അതിലെ കവർ എടുത്തിട്ട് അതിലെ എക്സ്പയറി ഡേറ്റ് നോക്കിയിട്ട് ആസ് എ പാരന്റ് എന്നെ അവർ വിളിച്ചിട്ട് അവർ പറഞ്ഞു ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് കുഞ്ഞിന് കൊടുക്കണ്ടാന്ന്. അത്രയ്ക്ക് കയർ കിട്ടാന്ന് പറഞ്ഞിട്ട് ഞാൻ വൈഫായിട്ട് ആ വിഷയം ഡിസ്കസ് ചെയ്തു. അവർ അത്രയ്ക്ക് കാര്യങ്ങൾ സൂക്ഷ്മമായിട്ട് നിങ്ങൾക്ക് നിരീക്ഷിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് റിയലി അപ്രീഷിയേറ്റബിൾ. അത് വളരെ എന്താ പറയാ, കുഞ്ഞുങ്ങളൊന്നും അതൊരിക്കലും നോക്കില്ല. പാരന്റ് ആയി ഞങ്ങൾ പോലെ ശ്രദ്ധിച്ചില്ല, പക്ഷെ നിങ്ങൾ ശ്രദ്ധിച്ചെന്ന് പറഞ്ഞപ്പോ എന്തായാലും ഒരുപാട് സന്തോഷമുണ്ട്. അപ്പോ ഇനിയും ഒരുപാട് കുട്ടികളൊക്കെ ഇതേപോലെ കയറി ചെയ്യാൻ സാധിക്കട്ടെ. താങ്ക്സ്. ഇവിടെ കുട്ടികൾക്ക് കൊടുക്കുന്ന പ്രാക്ടിക്കൽ നോളേജ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് കണ്ടാലേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനൊരു ക്ലാസ് റൂം ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. എന്റെ കുറുമ്പാണ്ടി കേട്ടോ, എന്റെ കുറുമ്പാണ്ടി. ആ ഇത് കണ്ടോ, വാവ് ബ്യൂട്ടിഫുൾ. ഇതൊക്കെ നമ്മളുടെ ഇവിടെ ഉള്ള സ്റ്റുഡൻസ്, അതായത് ഇവരൊക്കെ നമ്മളെ സ്റ്റുഡൻസ് അവരുണ്ടാക്കിയതാണ് കേട്ടോ. നോക്കിയാൽ ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ ചെയ്തെന്നുള്ളത് അത് ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ ട്രെയിനിങ്ങിന്റെ ഭാഗമായിട്ടാണ്. ഇതൊക്കെ ഈ കുഞ്ഞു മക്കളാണ് ഇതൊക്കെ കണ്ടത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അവര്. അപ്പോ ഇതൊക്കെ ഈ കുഞ്ഞു മക്കളുകൾ ഉണ്ടാക്കിയിട്ടുള്ള ഓരോ ഇതൊക്കെ വർക്കുകൾ കണ്ടാവും. ഇതുപോലെ തന്നെ ഇതിനുള്ളിൽ ഒരുപാട് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാനുണ്ട്. നമ്മുടെ ഒരു ടീച്ചർ ഇവിടെ ഉണ്ട്, ആ ടീച്ചറോട് കൂടുതലായിട്ട് കാര്യങ്ങൾ ചോദിക്കാം. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് ജസീൽ എന്നാണ്. എൻ്റെ മോനോട് പഠിക്കുന്നുണ്ട്. അപ്പൊ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഒന്ന് അറിയണമെന്നുണ്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ ഇവിടെ വരാനായിട്ട്. ഈ മൈക്കൊന്ന് പിൻ ചെയ്ത് വെക്കാം. അപ്പോ ഇവിടെ ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നടക്കുന്ന വീഡിയോസ് ഒക്കെ മിസ്സസ് സെൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ എനിക്ക് ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന്, കാരണം ഇപ്പോ 2 കരിക്കുളം ഒക്കെ നിങ്ങൾ യൂസ് ചെയ്യുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ പുറത്തുള്ളവർക്ക് വേണ്ടിയിട്ട് ഒന്ന് പെട്ടെന്ന് ഒന്ന് പറഞ്ഞു. നമ്മള് ഇവിടെ IYFS പ്ലസ് മോണ്ടിസോറി കരിക്കുലാണ്. അപ്പൊ അതില് നമ്മൾ ആക്ടിവിറ്റീസ് ലൈക് മോണ്ടിസോറി എന്നുള്ള കരിക്കുലത്തിൽ നമുക്ക് കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള മെറ്റീരിയൽസ് ഉണ്ട്. മോണ്ടിസോറിന്റെ ആ മെറ്റീരിയൽസ് ആണ് നമ്മളിവിടെ എക്സ്പോസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. നമ്മൾ എല്ലാ മെറ്റീരിയൽസിനും കിഡ്സിന് റീച്ച് ചെയ്യാൻ പറ്റുന്ന ആ ഒരു ഇതിൽ വെക്കണം. അപ്പൊ ഇതിന് നമ്മൾ പിൻ ടവർ എന്ന് പറയും. ലൈക് കുട്ടികൾ അതിന്റെ സൈസും ഷേപ്പും അനുസരിച്ചിട്ട് നമ്മൾ കുട്ടികളത് ചെയ്ത് വെക്കണം. ലൈക് ഇതാണ് ഏറ്റവും സ്മോളസ്റ്റ് സൈസ്, ലൈക് ഏറ്റവും ബിഗ്ഗസ്റ്റ് സൈസ് ഫസ്റ്റ് വെച്ചിട്ട് പിന്നെ പിന്നെ ഇത് അവരുടെ ഫൈൻ മോട്ടോഴ്സ് ഒക്കെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സിപ്പിംഗ്. നമ്മൾ ജസ്റ്റ് അവരുടെ ഡെയിലി ലൈഫിൽ അവർ ഹെൽപ്പ് ചെയ്യും. ലൈക് അവരുടെ ഡ്രസ് തന്നെ സിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് സിപ്പിംഗ് ആണ്. ചെറിയൊരു കൊച്ചിന്റെ മൈൻഡ് ഡെവലപ്പിംഗ് സ്റ്റേജില് സിപ്പ് എങ്ങനെ ഓപ്പൺ ആക്കും, അത് അങ്ങനെയൊക്കെ ലൈഫിൽ യൂസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ടല്ലോ, അതിനെ കുറിച്ചിട്ടുള്ള ട്രെയിനിങ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള. അതുപോലെ തന്നെ ബോക്സിന്റെ സൈസ്, ഇത് ഏറ്റവും സ്മോള് അതുപോലെ ഏറ്റവും ബിഗ് ഒക്കെ അവർക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ അവർക്ക് പ്രാക്ടീസ് കൊടുക്കുന്നത്. ഓക്കെ, ഇത് അതിൽപ്പെട്ട തന്നെയാണ് ഇത് വെൽക്രോ. സെയിം തന്നെ നമ്മൾ ഷൂവിൽ ചില ഷൂസിന്റെ ഷൂലൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യുന്നത്. ഓക്കെ, ഇത് ഷൂ ലേസ്, ഷൂവിന്റെ ലേസ് ഒക്കെ അല്ലേ? നിങ്ങൾ പ്രാക്ടീസ് കൊടുക്കുന്നുണ്ട്. പ്രാക്ടീസ് ചെയ്ത് ഫസ്റ്റ് പ്രാക്ടീസ് ചെയ്യും, പിന്നെ നമ്മള് കുട്ടികളെ കൊണ്ട് ഒറ്റക്ക് തന്നെ ചെയ്യിപ്പിക്കും. അത് പിന്നെ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോഴത്തേനും എല്ലാത്തിനും അവര്. ഇതൊക്കെ കുട്ടികൾക്ക് കിട്ടേണ്ട ശരിക്കും ഒരു എക്സർസൈസും അതുപോലെ തന്നെ കുട്ടികൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, അതൊക്കെ മൈന്യൂട്ട് ആയിട്ടുള്ള ചെറിയ കാര്യങ്ങൾക്ക് പോലും ഇവരിവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ് റൂം, ബുക്സ്, റീഡിംഗ് ഏരിയ. മലയാളത്തിൽ പറഞ്ഞോട്ടാ, മലയാളി ടീച്ചേഴ്സും ആണെങ്കിൽ പോലും അവർ ഇംഗ്ലീഷ് ഒക്കെ യൂസ് ചെയ്യാറ്. അപ്പൊ നമ്മൾക്ക് ഇത്ര കൂടെ കമ്മ്യൂണിക്കേഷൻ എളുപ്പത്തിന് വേണ്ടിയിട്ട് മലയാളത്തിൽ പറഞ്ഞു റീഡിംഗ് ഏരിയ. നമ്മളെ റീഡിംഗ് ഏരിയ ആണ് വേണ്ടി സെറ്റ് ചെയ്തിട്ടാണ്. അവർക്ക്
എത്താവുന്ന രൂപത്തിലാണ് നമ്മളോട് ബുക്ക് ചെയ്തിട്ടുള്ളത്. ഇതിലെല്ലാം ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. ഇത് റീഡ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടാവും നമ്മുടെ കുട്ടികൾ, നമ്മുടെ മക്കൾക്ക് പിക്ചേഴ്സ് ഐഡന്റിഫിക്കേഷൻ ഉണ്ട്, അങ്ങനെയൊക്കെയുള്ള ബുക്സുകൾ, കമ്മ്യൂണിക്കേഷൻ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ടുള്ള എല്ലാ രീതിയിലുള്ള ബുക്കും നമ്മളോട് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അല്ലേ? ഓക്കെ. അപ്പൊ ഈ പറഞ്ഞ പോലെ പിക്ചേഴ്സ് നോക്കിയിട്ട് ഫ്രൂട്ട്സ് ആയാലും ആനിമൽസ് ഒക്കെ എല്ലാം ഐഡന്റിഫൈ ചെയ്യാനുള്ള. ഓക്കെ. അത് വേർഡ്സ് ആയിട്ട് പറയും, പിന്നെ മക്കൾ സെന്റൻസ് ആയിട്ട് അതല്ലേ? ശരി. ഓക്കെ. ഇത് നമ്മളുടെ കുട്ടികൾക്ക് ഞാൻ ഇപ്പൊ ഓൾറെഡി മിസ് പറഞ്ഞു. അപ്പൊ കുട്ടികൾക്ക് പല വീട്ടിൽ നിന്ന് വരുന്ന കുട്ടികളും ചില ഒരുപാട് കാര്യങ്ങൾക്ക് എന്താ പറയാ ഫ്രൂട്ട്സിന്റെ പേരുകളോ അല്ലെങ്കിൽ ആനിമൽസിന്റെ പേരുകളോ ഒന്നും അറിയില്ല. അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു pre-KG കഴിഞ്ഞ് സ്കൂളിലേക്ക് ചെല്ലുമ്പോൾ ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്യുമ്പോൾ അവർ ചിലപ്പോൾ ഇന്റർവ്യൂവിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കും. ഫ്രൂട്ട്സുകൾ കാണിച്ചിട്ട് ഇതിന്റെ പേരെന്തെന്ന് ചോദിക്കും, ചിലപ്പോൾ ബേർഡ്സുകൾ, അതുപോലെ ഒരുപാട് സാധനങ്ങൾ കാണിച്ചിട്ട് ചോദിക്കും. അപ്പൊ ഇവിടെ നിന്ന് കിട്ടുന്ന ഈ ഒരു അറിവ് അതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ സയൻസിന്റെ ഓരോ സെക്ഷനുകളാണ് ഇവിടെ. ഇത് റീഡിംഗ് സെക്ഷൻ, അതുപോലെ തന്നെ ഈ സെക്ഷൻ 5 മോട്ടോഴ്സ് അല്ലെ? 5 മോട്ടോഴ്സ് സെൻസോറിയന്റ്. അതെ, സെൻസോറിയന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൽ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. ഞാൻ സമയക്കുറവിന്റെ കുറച്ച് കാര്യങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അതുപോലെ തന്നെ സയൻസ് അല്ലെ, നമ്മൾ ബേസിക് ആയിട്ടുള്ള സയൻസിനെ കുറിച്ചിട്ടുള്ള സംഭവങ്ങൾ, ലൈക് പാർട്സ് ഓഫ് ദി പ്ലാന്റ്, പിന്നെ പാർട്സ് ഓഫ് ദി ഫ്ലവർ, അതൊക്കെയാണ് നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കും. ജസ്റ്റ് നമ്മളുടെ എന്താ പറയുക ഡേയ്സ് ഓഫ് ദി ഇതൊക്കെ സയൻസിൽ പെട്ടതാണ്. മന്ത്സ് ഓഫ് ദി ഇയർ അതൊക്കെ സയൻസിൽ പെട്ടതാണ്. പിന്നെ ഫ്രൂട്ട്സിന്റെ വെജിറ്റബിൾസിന്റെ നെയിംസ് പഠിക്കും. പിന്നെ ഹെൽത്തി ഫുഡിനെ പിന്നെ ലൈക് ആനിമൽസിന്റെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് നമ്മൾ ഫാം ആനിമൽസും വൈൽഡ് ആനിമൽസും തമ്മിലുള്ള അതൊക്കെ നമ്മൾ ബേസിക് ആയിട്ട് പഠിപ്പിക്കുന്നുണ്ട് അല്ലേ? ഓക്കെ. ഇപ്പൊ ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല, നിങ്ങൾ ഓൾറെഡി കാണുന്നുണ്ട്. കുട്ടികൾക്ക് ശരിക്കും പ്രാക്ടിക്കലി തന്നെ അതിന്റെ ഷേപ്പുകൾ, ഇപ്പൊ ഒരു ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ ഒരു ഫോട്ടോ കാണിച്ചു കൊടുക്കുന്നതിനേക്കാൾ ഉപരി അതിന്റെ നമ്മൾ മോണ്ടിസോറിന്റെ ഒരു മെറ്റീരിയൽ ആണ്. ഇതൊരു ഗ്ലോബ് ആണ്. ഇത് സാൻഡ് ഏരിയ ആണ്, ലാൻഡ് ആണ് സാൻഡ് ഏരിയ. ഇത് വാട്ടർ ഏരിയ. പെട്ടെന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ബ്ലൂ കളർ എന്താ വാട്ടർ, ഇത് ലാൻഡ്. ജസ്റ്റ് നമ്മളിവിടെ എന്താ പാറ്റ് ചെയ്താൽ മനസ്സിലാവും. ശരി. പറഞ്ഞു കഴിഞ്ഞാല് ഇത് കാണിച്ചു കൊടുക്കും. ഇതിന് രണ്ടുണ്ട്. നമ്മൾ ഈ ഇതിൽ തന്നെ നമുക്ക് 2 ആക്ടിവിറ്റീസ് ചെയ്യാം. ലൈക് റഫ് ആയിട്ടും സ്മൂത്ത് ആയിട്ടും നമുക്ക് അതും ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ശരി, അത് ടച്ച് ചെയ്തിട്ട് നോക്കും അല്ലേ? കുട്ടികൾക്ക് പ്രാക്ടിക്കൽ നോളേജ് ആണ്. അപ്പോ ശരിക്കും നമ്മൾ പിക്ചർ കാണിച്ചു കൊടുത്തൊരു കുട്ടിയുടെ അടുത്ത് ഇത് ഇങ്ങനെയാണെന്ന് പറയുന്നത് മനസ്സിലാക്കുന്നതിനേക്കാൾ ഉപരി ഇത് ഡയറക്റ്റ് തന്നെ അവർക്ക് കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് ടച്ച് ചെയ്തിട്ടൊക്കെയുള്ള പ്രാക്ടീസ് കൊടുക്കുന്നത്. അതൊരു വലിയൊരു വ്യത്യാസമായിരിക്കും കുട്ടികൾ ഉണ്ടാക്കുക. ഇതും ഒരു ടച്ച് ബോർഡ് എന്ന് പറയുന്നത് ലൈക് വെറൈറ്റീസ് ഓഫ് ഇതാണ്. ലൈക് എന്താ പറയാ, നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റിയ ഡിഫറെന്റ് ഗ്രേഡിയൻസ് ആണ്. ഓരോ സ്മൂത്ത്, ലൈക് റഫ്, അങ്ങനെ ഡിഫറൻസ് മനസ്സിലാക്കാൻ വേണ്ടി. ഓക്കെ. ഫ്രൂട്ട്സിന്റെ ഒക്കെ ഡമ്മീസ് ഉണ്ട് ഇവിടെ. അപ്പൊ ആപ്പിൾ എന്ന് പറഞ്ഞൊരു പിക്ചർ കാണിക്കുന്നതിനേക്കാൾ ഉപരി ഇതുപോലെയുള്ളൊരു ഇത് കാണിച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾക്ക് ഒന്നുകൂടെ ക്യാച്ചിങ് കൂടും. അതുപോലെ തന്നെ ബനാന ആയാലും എല്ലാത്തിന്റെയും മോഡൽസ് ഉണ്ട്. അപ്പൊ അത് കാണിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും കുട്ടികൾക്ക്. അതൊക്കെ ഇത് കണ്ട പ്രാക്ടീസ് സെക്ഷൻ, അത് അവര് തന്നെ ഉണ്ടാക്കിയിട്ടുള്ള ഒരുപാട് തിങ്സുകൾ. ഇതൊക്കെ കണ്ടിട്ട് ഞാൻ വിചാരിച്ചു ആ ടീച്ചേഴ്സ് ഉണ്ടാക്കിയതെന്നാണ് വിചാരിച്ചത്. പക്ഷെ അവരടുത്ത് ചോദിച്ചപ്പോൾ ഇവിടുത്തെ കുട്ടികൾ ചെയ്ത് വർക്കെന്ന് പറഞ്ഞേ. അവർക്ക് ഇത്രയും ഇതൊന്നല്ല കേട്ടോ, ഒരുപാട് ആക്ടിവിറ്റീസ് ചെയ്ത കാര്യങ്ങളുണ്ട്. അവരെ വിട്ടുകൊടുത്തേക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതെ, അവരുടെ കഴിവ്. ശരി നല്ലത് മാത്രമേ ശരി. ഇതാണ് ഇവിടുത്തെ ശരിക്കുള്ള. അതെ അല്ലെ, അവരുടെ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോം. ഓക്കെ, താങ്ക് യു. അപ്പോ ജസ്റ്റ് ഞാൻ കുറച്ച് തിങ്സുകൾ മാത്രമാണ്, ഒരു 10% പോലും എനിക്ക് ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് ക്ലാസ് ഒക്കെ ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതുപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട് ഇവിടെ. സമയം കുറവുകൊണ്ട് മാത്രം എനിക്ക് അധികം എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്നാലും കുറച്ച് കാര്യങ്ങൾ കൂടി എനിക്ക് മിസ്സിനോട് ചോദിക്കാനുണ്ട്. പിന്നെ ടൈമിംഗ് ഒക്കെ എങ്ങനെയാ ഇവിടെ? രാവിലെ എത്ര മണി മുതലാണ് നമ്മളിവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത്? 8:30 മുതൽ. പിന്നെ 1 o'clock 4 മണി വരെ ഉണ്ട് അല്ലെ? അങ്ങനെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ 4 മണി വരെയുള്ള ഓപ്ഷൻ എടുക്കാം. 4 മണിയോടുകൂടി ക്ലോസ് ചെയ്യും അല്ലെ? ഓക്കെ. പിന്നെ നമ്മുടെ ഈ പ്ലേയിങ് ഏരിയ കാര്യങ്ങളൊക്കെ അതൊക്കെ അത് ഇതിന്റെ ഒരു ഭാഗമായിട്ടാണോ അല്ലെങ്കിൽ എങ്ങനെയാണ് അതിന്റെ? അതായത് ക്ലാസ് ഇത്ര ടൈം, പ്ലേയിങ് ഇത്ര ടൈം, അങ്ങനെയൊക്കെയാണോ? അല്ലെങ്കിൽ പല ആക്ടിവിറ്റീസ് നമുക്കിപ്പോ വാട്ടർ ആക്ടിവിറ്റീസ് വരും. വാട്ടർ ആക്ടിവിറ്റീസ് ഇപ്പൊ സാൻഡ് തെറാപ്പി ഉണ്ട്. നമുക്ക് ചില കുട്ടികൾക്ക് നമുക്ക് ചിലപ്പോൾ അവരുടെ ഫിംഗർ മസിൽസ് ഒക്കെ വീക്ക് ആണെങ്കിൽ അപ്പൊ നമുക്ക് അപ്പം ആ ഫിംഗർ മസിൽസിന് ഇംപ്രൂവ്മെന്റിന് വേണ്ടി നമ്മൾ സാൻഡ് തെറാപ്പി ചെയ്യും. മണ്ണിൽ കളിക്കുന്ന വീഡിയോ എനിക്ക് വിട്ടുവന്നിരുന്നു. സാൻഡ് തെറാപ്പി അത് എഡ്യൂക്കേഷൻ ബേസ്ഡ് ആണ്, അല്ലാണ്ട് അത് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേഷൻ അല്ല, നോർമൽ എഡ്യൂക്കേഷനിൽ തന്നെ വരുന്ന ഒരു ആക്ടിവിറ്റി. അപ്പം അത് സാൻഡ് തെറാപ്പി, സാൻഡ് പ്ലേ ഒക്കെ പുറത്താണ്. സാൻഡ് പ്ലേ, പിന്നെ വാട്ടർ പ്ലേ, അതെല്ലാം നമ്മൾ പുറത്ത്. സമ്മറിൽ വാട്ടർ പ്ലേ ആണ്, വിന്റർ ആവുമ്പോൾ സാൻഡ് പ്ലേ ആണ്. എനിക്കൊരു
പൊതുവെ തന്നെ പാരന്റ്സിനോടൊക്കെ കൊടുക്കാനായിട്ടുള്ള ഒരു അഡ്വൈസ് ഞാൻ മിസ്സിനോട് ചോദിക്കുകയാണ്. ഇപ്പോഴത്തെ ഈ കുട്ടികൾക്ക് പൊതുവെ സ്പീച്ച് ഡിലേ പ്രോബ്ലം വരുന്നുണ്ട്. അതെന്തുകൊണ്ട് മെയിൻ ആയിട്ട് വരുന്നതിന് കാരണം? അത് മെയിൻ ആയിട്ട് സ്പീച്ച് ഡിലേ വരുന്നത് സ്ക്രീൻ ടൈമിന്റെ ഉപയോഗം കൊണ്ട്, അതായത് ടാബ്, മൊബൈല് ഒരുപാട് യൂസേജ് കൊണ്ട് വരുന്നുണ്ട്. തന്നെ കമ്മ്യൂണിക്കേഷൻ കുറവ് അതുകൊണ്ട് വരുന്നുണ്ട് അല്ലേ? നമ്മളിവിടെ വരുമ്പോ എന്റെ മോൻ വളരെ ഡിലേ ആയിരുന്നു സംസാരം. ഇവിടെ വന്നപ്പോ ഒരുപാട് ഇമ്പ്രൂവ് ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോ ഞാനപ്പോ ഇതാണ് ഏറ്റവും കൂടുതൽ എന്റെ അടുത്ത് ഫ്രണ്ട്സുകൾ ചോദിക്കുന്നത്, കുട്ടി സംസാരിക്കാൻ വൈകി അടുത്ത വർഷം ചേർത്തണം. അപ്പൊ അത് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ? അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഇപ്പൊ ഒരു വീഡിയോ എടുക്കുന്നത്. കാരണം എന്റെ മോൻ ഒരുപാട് ഇമ്പ്രൂവ് ആയി. അപ്പൊ എന്റെ എക്സ്പീരിയൻസ് ഞാൻ ഒരു 2 വയസ്സിൽ തന്നെ കുട്ടികളുടെ സ്പീച്ച് ഡെവലപ്പ് ആവുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ അപ്പൊ തന്നെ അത് റെഡ് ഫ്ലാഗ് ആണ്. അതല്ലേ? അപ്പൊ തന്നെ നമ്മളത് ഇതേപോലെ ഒരു നഴ്സറിയിലോ നഴ്സറി എന്നുള്ള പേര് മാറ്റി ഇപ്പം അടക്ക് ഏർലി എഡ്യൂക്കേഷൻ സെന്റർ ആക്കി. ഏർലി എഡ്യൂക്കേഷൻ സെന്റർ. അപ്പം ഏർലി എഡ്യൂക്കേഷൻ വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. അപ്പം വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഓൾറെഡി ഇത് ഒരുപാട് വർഷങ്ങളായിട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പം ഉറപ്പായിട്ടും അതൊരു റെഡ് ഫ്ലാഗ് ആണ്. 2 വയസ്സായിട്ട് കുട്ടിക്ക് ഇമ്പ്രൂവ്മെന്റ് ഇല്ലെങ്കിൽ പറയണല്ലേ? പറഞ്ഞിട്ടില്ല ഓപ്ഷൻ നോക്കണം അല്ലേ? സോഷ്യൽ ഇന്ററാക്ഷൻ ഉള്ള സ്ഥലത്ത് കൊണ്ടുവിടണം. അവരുടെ ഏജിലുള്ള പിള്ളേർ കളിക്കുന്നത് എക്സ്പ്ലോർ ചെയ്യാനുള്ള സ്ഥലം ക്ലാസ് റൂംസിൽ തന്നെ നിങ്ങൾ കണ്ടു. വളരെ കുറച്ച് സ്ഥലം നിങ്ങൾ ക്ലാസ്സേ കണ്ടു. ഒരുപാട് ക്ലാസ്സുകളുണ്ട്. സമയത്തിന്റെ കുറവ് കാരണം നിങ്ങൾക്ക് ഒരു ക്ലാസ്സിൽ തന്നെ കവർ ചെയ്യാൻ പറ്റും. ഒരു ഏരിയ മാത്രമേ പറ്റിയിട്ടുള്ളൂ. അതായത് ഒരുപാട് ആക്ടിവിറ്റീസ് ക്ലാസ്സിൽ തന്നെ ഒരു 7 ഏരിയ ഒക്കെ ഉണ്ട്. 7 ഏരിയാസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ സെൻസോറിയൽ ഏരിയ മാത്രമേ കണ്ടിട്ടുള്ളൂ. അപ്പം അതുപോലെ ഓരോ ഏരിയയിലും കുറെ ആക്ടിവിറ്റീസ് ഉണ്ട്. അപ്പം കുട്ടികൾക്ക് അങ്ങനെ ഓരോ ആക്ടിവിറ്റീസും ചെയ്യുമ്പോൾ അവർ ഒരുപാട് പഠിക്കുന്നുണ്ട്. അപ്പം പ്ലേ ബേസ്ഡ് ലേണിംഗ് ആണ്. അറ്റ് ദ സെയിം ടൈം അവർ ഒത്തിരി പഠിക്കുന്നുണ്ട്. ഒത്തിരി എല്ലാ ഏരിയാസും ഡെവലപ്പ് ചെയ്യുന്നു. ഒരു ഹ്യൂമൻ ബീങ് എന്ന നിലയ്ക്ക് അവരെല്ലാ ഏരിയാസും ഡെവലപ്പ്. ടീച്ചർ തിരക്കിലായിരിക്കും അറിയാം. ഞാൻ അതിന്റെ ഇടയിൽ നിന്നാണ് ഒരു വീഡിയോ കുറച്ച്, കാരണം ഒരുപാട് പേര് ഫേസ് ചെയ്യുന്ന പ്രോബ്ലം കുട്ടികളുടെ സ്പീച്ച് ഡിലേ. അതേപോലെ ഒരുപാട് പാരന്റ്സ് ഞങ്ങളുടെ അടുത്ത് 4 വയസ്സൊക്കെ ആകുമ്പോൾ ഓടി വരുന്നുണ്ട്. അഡ്മിഷൻ അതെ, ഞാനങ്ങനെ വന്നേ പെട്ടെന്ന് എന്തെങ്കിലും ചെയ്ത് ഞങ്ങൾക്ക് ഭയങ്കര വിഷമം. ഞങ്ങൾക്ക് ഒരു 6 മാസം മുന്നെങ്കിലും. അതെ, ഇപ്പൊ എന്റെ അടുത്ത് കുഞ്ഞിനെ ഇന്റർവ്യൂവിന് കൊണ്ടുപോയപ്പോ അവൻ സംസാരിക്കുന്നില്ല. അപ്പൊ അവിടുത്തെ ടീച്ചർ പറഞ്ഞത് ഏതെങ്കിലും ഒരു ഇതുപോലെ ഏർലി എഡ്യൂക്കേഷൻ ഏതെങ്കിലും ഒരു നഴ്സറിയിലെങ്കിലും വിട്ടിട്ട് അവനെ ഡെവലപ്പ് ചെയ്തിട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെയാണ് ഞാൻ ഇവിടെ കൊണ്ടുവന്നത്. പക്ഷെ കൊണ്ടുവന്നപ്പോ ഞാനും വൈഫും ആകെ 2 മാസം എനിക്ക് കിട്ടിയുള്ളൂ. ഇത് ഇത്തിരി നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ 1 വർഷമെങ്കിലും വിട്ടിരുന്നെങ്കിൽ ഒരുപാട് ഇമ്പ്രൂവ് ആയാലും എന്നുള്ള ഞങ്ങൾ അങ്ങനത്തെ ഒരു വിഷമത്തിലാണ്. അപ്പൊ ഞാൻ എന്റെ പരിചയത്തിലുള്ളവരോടൊക്കെ പറയും, നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ വല്ലതുണ്ടെങ്കിൽ നേരത്തെ കിട്ടുമോ എന്നുള്ളത്. അപ്പൊ ഞാൻ അതൊക്കെ അതിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോ വന്നത്. ഒരുപാട് പേര് അങ്ങനെ അഡ്മിഷൻ കിട്ടാതാവുമ്പോൾ ലാസ്റ്റ് സ്റ്റേജിൽ ഓടി വന്നിട്ട് അതന്നെ. അതെ ശരിയാണ്. നമ്മൾ മാക്സിമം കൊടുക്കുന്നുണ്ട്. അത് ഞാൻ എന്റെ എക്സ്പീരിയൻസ് ആണല്ലോ. മാക്സിമം ഇൻഡിവിജ്വൽ എഡ്യൂക്കേഷൻ പ്രാക്ടീസ് കൊടുത്ത് മോനെ എത്രയും പെട്ടെന്ന് ഈ സ്ട്രക്ചർഡ് ആയിരിക്കുമല്ലോ. അത് എന്റെ മോന് പൊതുവെ ഇപ്പൊ ഞാൻ എന്റെ എക്സ്പീരിയൻസ് കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്ന അതിനെ മടിയായിരിക്കും. എന്റെ മോന് ഡോറിന്റെ അവിടെ വിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു ടാറ്റ കൂടെ വരില്ല, ഒറ്റ ഓട്ടോ ഇങ്ങോട്ട്. അപ്പൊ അവൻ അത്ര ഹാപ്പിയാണ് ഇവിടെ. ഞങ്ങളുടെ വിഷൻ, ഞങ്ങളുടെ മോട്ടോ തന്നെ ഒരു കുട്ടി വരുമ്പോൾ അത്രയും ഹാപ്പി ആയിരിക്കണം. അതില് വളരെ ഞാൻ നിങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണം. എപ്പോഴും ഓടിക്കളിച്ച് നടക്കണം. നമുക്ക് പോണ്ടേ? ആൾക്ക് പോകണമെന്നില്ല. അപ്പൊ താങ്ക് യു ഒരുപാട്. നിങ്ങളെ തിരക്ക് ഞാനുള്ള സമയത്ത്, അത് നിങ്ങളുടെ തിരക്ക് പിടിച്ച സമയത്ത് കുറച്ച് സമയം നമുക്ക് വേണ്ടി മാറ്റി വെച്ചതിൽ ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പൊ ഇനിയും നമ്മളുടെ ഫ്രണ്ട്സുകളൊക്കെ ഞാൻ സജസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പൊ എനിക്ക് കിട്ടിയ ആ ഒരു ഇത് അവർക്കും കിട്ടട്ടെ. അത് നിങ്ങൾ കൊടുക്കുന്ന അറിയാം, എന്നാലും ഞാൻ പറയണം. താങ്ക്സ് അലോട്ട്. ഓക്കെ, അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ കാര്യങ്ങൾ. ഞാൻ നിങ്ങളോടൊരു 5% കാര്യങ്ങളെ ഇവിടുത്തെ എക്സ്പ്ലോർ ചെയ്തിട്ടുള്ളൂ. നിങ്ങളുടെ കുട്ടിയെ ഇവിടെ ചേർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് മനസ്സിലാവും. ഓരോ ദിവസവും ഇവിടെ ഇവർ ചെയ്യുന്ന ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ നിങ്ങളുടെ പാരന്റിന്റെ മൊബൈലിലേക്ക് ഇവർ വീഡിയോസ് അയക്കും. നിങ്ങളുടെ കുട്ടികളുടെ ആക്ടിവിറ്റീസുകൾ ഓരോ ദിവസം ചെയ്തത് അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഡയറക്റ്റ് മനസ്സിലാവും എന്താണ് ഇവിടെ നിന്ന് നിങ്ങളുടെ കുട്ടിക്ക് കിട്ടുന്ന ക്ലാസ് കാര്യങ്ങളൊക്കെ ഉള്ളത്. ഓക്കെ, അപ്പൊ കൂടുതൽ വിശേഷങ്ങളായി അടുത്ത വീഡിയോ കാണും വരെ ബൈ. കുട്ടികൾക്ക് കളിക്കാനായിട്ട് ഒരുപാട് ആക്ടിവിറ്റീസും അതുപോലെ തന്നെ ലൈക്ക് ഒരു പാർക്ക് പോലെ തന്നെ ഇവിടെ ഒരുപാട് ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് കുട്ടികളൊക്കെ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഇവിടെ. ഇതല്ല അമ്മാന്റെ ക്ലാസ്. അമ്മാന്റെ ഫ്രണ്ട്സ് എവിടെയാ? അമ്മാന്റെ ടീച്ചർ ഏതാ? അന്റെ മോനത്തോടെ ഇവിടുന്ന് കഴിഞ്ഞു. ഇനിയിപ്പോ ഇന്ത്യൻ സ്കൂളിൽ ജോയിൻ ചെയ്യാൻ പോവാണ്. അപ്പോൾ ടീച്ചേഴ്സിനൊക്കെ കണ്ട് യാത്ര പറയാൻ വന്നതാണ്. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് വേണം. ഓക്കെ, ശരി എന്നാ. അസ്സലാമു അലൈക്കും. ശരി.